കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു ചാരക്കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന്. പറഞ്ഞു വരുന്നത് നമ്പി നാരായണനെ കുറിച്ച് തന്നെയാണ്. ഒരു കാലത്ത് 1994 ആണ് നമ്പി നാരായണന്റെ അറസ്റ്റ് നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇടയ്ക്കിറങ്ങിയ പത്രങ്ങളുടെ വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ പത്രങ്ങളും പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഒക്കെ ഒരു മാധ്യമ ധർമ്മം സൂക്ഷിക്കുന്നവരാണ്. അവർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കും അതിൻ്റെ ഒരു ധർമ്മം സൂക്ഷിക്കും. അല്ല, ലോക്കൽ പത്രങ്ങളൊക്കെയാണ് വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ എഴുതി കൂട്ടുന്നത്. പക്ഷേ എല്ലാ മാധ്യമ ധർമ്മങ്ങളും കുഴിച്ചു മൂടപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ചാരക്കേസിൻ്റെത്. ഒരു നിരപരാധിയായ ശാസ്ത്രജ്ഞനെ പൊതുജനമധ്യത്തിൽ ഇത്രയും അധിക്ഷേപിച്ച്, അല്ലെങ്കിൽ ഇത്രയും മോശക്കാരനാക്കി, ഒറ്റുകാരനാക്കി, രാഷ്ട്രവഞ്ചകനാക്കി മാസങ്ങളോളം ഇങ്ങനെ കഥകൾ മെനഞ്ഞുകൊണ്ടിരുന്ന പത്രങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പത്രങ്ങളുടെ മുഴുവൻ 4-5 പേജ് മാറ്റിവെച്ചത് ചാരക്കഥയ്ക്ക് വേണ്ടിയായിരുന്നു. മാലി സ്വദേശികളായ മറിയം റഷീദ, ഫൗസിയ ഹസൻ, നമ്പി നാരായണൻ ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചാരക്കഥ നമുക്കറിയാലോ. ഇതുപോലുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അത് ഏറ്റുപാടും. കാരണം മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത്? പ്രേക്ഷകൻ എന്താണോ വേണ്ടത് അത് കൊടുക്കുക എന്നുള്ളതാണ് മാധ്യമം ചെയ്യുന്നത്. സാധാരണ അവരവരുടെ ലാഭമാണ്. നമ്മളായാലും ചെയ്യുന്നത് അത് തന്നെയാണ്. മാധ്യമങ്ങൾ ചെയ്യുന്നത് അവരവരുടെ ലാഭമാണ് നോക്കുന്നത്. പക്ഷേ അതിനകത്ത് തകർന്നു പോകുന്ന ജീവിതങ്ങൾ എത്രയെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അതിനകത്ത് ചിന്തിപ്പോകുന്ന ചോര ആരുടേതെന്ന് മനസ്സിലാകുന്നില്ല. അതിനകത്ത് അറ്റുപോകുന്ന ബന്ധങ്ങൾ ആരുടെയെന്ന് മനസ്സിലാക്കുന്നില്ല. കാരണമെന്ന് അറിയാം, ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ്. അതായത് രാഷ്ട്രത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. അന്ന് ക്രയോജനിക് എഞ്ചിന്റെ രഹസ്യം ചോർത്തി എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ വികസിച്ച ക്രയോജനിക് എഞ്ചിന്റെ രഹസ്യം ചോർത്തി എന്ന് അതിന്റെ ചുമതലയുണ്ടായിരുന്ന നമ്പി നാരായണൻ ചോർത്തി എന്ന് പറഞ്ഞാണ് ഈ കഥയും അറസ്റ്റും ഒക്കെ ഉണ്ടാവുന്നത്. ആ അറസ്റ്റിന് ഒരുപാട് മാനങ്ങൾ ഉണ്ടായേക്കാം. മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനെ ലക്ഷ്യമിട്ട് കളിച്ച കളികളുമാകാം, അല്ലെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലും. പക്ഷേ വലിയ രീതിയിൽ കേരള പോലീസ് കെട്ടിച്ചമച്ച ഒരു കഥയായിരുന്നു. അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ CB മാത്യൂസും എല്ലാം ഉണ്ട്. ഇത്രയും വലിയ കഥകൾ കെട്ടിച്ചമച്ച് നമ്പി നാരായണനെ പൊതുമധ്യത്തിൽ താറടിച്ച് അദ്ദേഹത്തിന്റെ ആ യൗവന കാലഘട്ടമൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് എല്ലാവരും അകറ്റി നിർത്തി, ഒറ്റുകാരനാക്കി. ISROയുടെ തലവനായിരുന്ന കസ്തൂരി രംഗൻ പോലും അദ്ദേഹത്തിന് കൈയൊഴിഞ്ഞു. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരുമില്ല. ആ മനുഷ്യൻ വെള്ളത്തിൽ കിടന്ന് ഒരിറ്റു ശ്വാസത്തിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ കൈകാലിട്ടടിച്ചുകൊണ്ടിരുന്നു. കാരണം ആഹാരം കഴിക്കാൻ പോലും പറ്റില്ല, ആഹാരം ഇറങ്ങില്ല. എവിടെയും രാജ്യസേവകൻ എന്ന പദത്തിൽ നിന്നും രാജ്യദ്രോഹി, ഒറ്റുകാരൻ, അധമൻ, സ്ത്രീകൾക്ക് വിവരങ്ങൾ ചോർത്തി കൊടുത്തവൻ, സ്ത്രീകളുമായി അധമ പ്രവർത്തനത്തിന് പോയവൻ എന്നുള്ള പേര് വീണ വ്യക്തി. അദ്ദേഹത്തിന്റെ കുടുംബവും ബന്ധുക്കളുമെല്ലാം അതിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ കുഴറി. അന്ന് വരെ എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ ഒരു നാൾ എല്ലാവർക്കും അപ്രിയനായി മാറി. ആ കഥയെന്ന് പറയുന്നത് ആരുടെയും കരളിനെ കുത്തിപ്പറിക്കുന്നതായിരുന്നു. കഥകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. രാജ്യം മുഴുവൻ വിശ്വസിച്ചു നമ്പി നാരായണൻ ഒറ്റുകാരൻ. അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. വാദങ്ങളും പ്രതിവാദങ്ങളും നടന്നുകൊണ്ടിരുന്നു. പോലീസ് മൊഴിയിൽ ഉറച്ചു നിന്നു. ചാരപ്രവർത്തനം നടന്നു. അപ്പോൾ ഇങ്ങനെ അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പോലീസ് കറക്റ്റാക്കി
അദ്ദേഹത്തിനെ ഒറ്റുകാരനാക്കി തന്നെ ചിത്രീകരിച്ചു. അന്നിറങ്ങിയ പത്രങ്ങളുടെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നിറങ്ങിയ ഓരോ പത്രങ്ങളിലെ വാർത്തകൾ നിങ്ങളോട് ഇവിടെ പങ്കുവെക്കാൻ പോലും പറ്റില്ല. അത്രത്തോളം പത്രങ്ങളും ചില ചാനലുകളുമൊക്കെ അന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങളൊന്നും പുറത്തു പറയാൻ പോലും പറ്റാത്ത ലജ്ജിപ്പിക്കുന്ന പദങ്ങളാണ് ഉപയോഗിച്ചത്. വളരെ ദുഃഖകരം. എന്നിട്ടും ചിറകുടിഞ്ഞ ആ മനുഷ്യൻ, മനസ്സു തളർന്ന നമ്പി നാരായണൻ അദ്ദേഹം വിട്ടില്ല. അദ്ദേഹം വിചാരിച്ചു, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ അഭിമാനവും പേരും എല്ലാം നഷ്ടപ്പെട്ടു. താൻ ആത്മഹത്യ ചെയ്താൽ പോലും താൻ നാളെ തൻ്റെ കുടുംബം അറിയുന്നത് ഒറ്റുകാരൻ്റെ കുടുംബമെന്നാണ്. അത് വരാൻ പാടില്ല. അദ്ദേഹം ശുദ്ധ നിരപരാധിയായ വ്യക്തി. അദ്ദേഹം നീണ്ട പോരാട്ടങ്ങൾ നടത്തി, കോടതികളിൽ വ്യവഹാരങ്ങൾ കുന്നുകൂടി, കേസുകൾ നിരന്തരം നടന്നു. അദ്ദേഹം കോടതികൾ തോറും കയറിയിറങ്ങി. കേസ് CBIക്ക് വന്നു. അന്വേഷണങ്ങളെല്ലാം പുരോഗമിച്ചു. കാലങ്ങൾ വീണ്ടും കടന്നുപോയി. അവസാനം ഒരു കാര്യം കോടതി, സുപ്രീം കോടതി വിധിച്ചു. ഇദ്ദേഹം വെറും നിരപരാധി. കേസ് കെട്ടിച്ചമച്ചത്. നമ്പി നാരായണനെ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ആ പാവം മനുഷ്യൻ, രാഷ്ട്രത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യനെ എല്ലാം അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ട അവസാനം സുപ്രീം കോടതി വിധി വന്നു. തികച്ചും നിരപരാധിയായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് സുപ്രീം കോടതി വിധി വന്നത്. അപ്പോഴെന്ത് ചെയ്തു? ഒടുക്കം സംസ്ഥാന ഗവൺമെന്റ് അത് കൊടുത്തു. അദ്ദേഹം നിരപരാധിയായി എന്ന് നമുക്കറിയാം. അദ്ദേഹം നടത്തിയ ത്യാഗങ്ങളും പോരാട്ടങ്ങളും അദ്ദേഹത്തിന് വലിയ ഒരു ഇതായി മാറി. അന്നത്തെ രാജ്യസഭ MP ആയിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റിന് പോവുകയും അതനുസരിച്ച് അദ്ദേഹത്തിനെ രാജീവ് ചന്ദ്രശേഖർ തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് പത്മഭൂഷൺ ശുപാർശ ചെയ്യുകയും അദ്ദേഹത്തിനെ ഭാരതം പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. അത് ആ മനുഷ്യനോട് കേരളം ചെയ്ത കടുത്ത അനീതിക്ക് ഒരു വലിയ അളവ് വരെ പരിഹാരമായിരുന്നു രാജ്യം പത്മഭൂഷൺ കൊടുത്ത് ആ മഹത്തായ പ്രതിഭയെ ആദരിച്ചത്. നമുക്കറിയാം 2022 മാധവൻ, സിനിമാ നടൻ മാധവൻ, തെന്നിന്ത്യൻ നടനായ മാധവൻ നായകനായ ഒരു പടമിറങ്ങി. റോക്കട്രി എന്നാണ് ആ സിനിമയുടെ പേര്. നമ്പി നാരായണനെ നായകനാക്കിക്കൊണ്ട് നമ്പി നാരായണന്റെ ചരിത്രം പറയുന്ന കഥ സിനിമയാണ്. ആ സിനിമ വളരെ വിജയം നേടി, ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കി. നമ്മുടെ തൊട്ടടുത്തുള്ള, അതായത് അദ്ദേഹം എന്റെയൊക്കെ തൊട്ടടുത്താണ്, അതായത് എൻ്റെ വീട്ടിലേക്ക് അടുത്താണ്, നാഗർകോവിലാണ്, തൊട്ടടുത്താണ് അദ്ദേഹത്തിന്റെ താമസം. നമ്പി നാരായണന്റെ വീടും ഇതാണ്, അദ്ദേഹം പഠിച്ചതുമൊക്കെ അടുത്താണ്. നാഗർകോവിലാണ്, കന്യാകുമാരി ജില്ലയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മഹാനായ പ്രതിഭയ്ക്ക് അവസാനം അദ്ദേഹത്തിന്റെ കിരീടവും ചെങ്കോലും ഒക്കെ സുപ്രീം കോടതി തന്നെ തിരിച്ചു നൽകി. ഭാരതം അദ്ദേഹത്തിനെ പത്മഭൂഷൺ നൽകി ആദരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വേദന ഒരു പരിധിവരെ ഒപ്പിയെടുക്കാൻ അതിന് സാധിച്ചു.